عليكم ورحمة الله وبركاته. بسم الله والحمد لله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, സയ്യിദന്മാരെ, അല്ലാഹു റബ്ബുൽ ആലമീനായ തമ്പുരാൻ നമ്മുടെ അമലുകളൊക്കെ കബൂലാക്കുമാറാവട്ടെ. പരിശുദ്ധമായ റജബിലും ഷഅബാനിലുമൊക്കെ നമുക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. റമദാനിലേക്ക് നമ്മെ അല്ലാഹു എത്തിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ട പ്രവാചകന്മാരുടേതായ ചരിത്രത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കഥയിൽ നിന്ന് 6-ാമത്തെ ഭാഗമാണ് നമുക്ക് പറയാനുള്ളത്. കിണറ്റിലേക്ക് എറിയപ്പെട്ടതായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംരക്ഷണ വലയത്തിൽ കിണറ്റിൽ താമസിക്കുക. കിണറ്റിൽ നിന്നും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പുറത്തേക്ക് വരുന്ന രംഗമാണ് ഇന്ന് അവതരിപ്പിക്കാനുള്ളത്. 3 ദിവസം ആ കിണറ്റിൽ താമസിച്ചു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. 3 ദിവസം പൂർത്തിയായപ്പോൾ യമനിൽ നിന്നും വരുന്ന ഒരു കച്ചവട സംഘം, 3 ദിവസം പൂർത്തിയായി 4-ാമത്തെ ദിവസത്തിൽ ഒരു കച്ചവട സംഘം അതിലൂടെ കടന്നു പോവുക. മാലിക് ബിൻ ദൗർ അൽ ഖുസാഇ ഗോത്രക്കാരിൽപ്പെട്ട മാലിക് ബിൻ ദൗർ എന്ന ആളാണ് ആ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ളത്. അവർ 300ഓളം ആളുകളുണ്ട് എന്നും അതല്ല അതിലേറെ കൂടുതൽ ആളുകളുണ്ട് എന്നുമെല്ലാം ചരിത്രത്തിൽ കാണാൻ കഴിയും. പല റിപ്പോർട്ടുകളുമുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തള്ളിയിടപ്പെട്ടതായ ആ കിണർ ഉൾപ്പെട്ട ആ പ്രദേശത്തിലേക്ക് ഈ സംഘം എത്തിപ്പെട്ടപ്പോൾ മാലിക് ബിൻ ദൗർ എന്ന ആ സംഘത്തിന്റെ നേതാവ് പറഞ്ഞു, അഹ്ദി ബിഹാദൽ മക്കാൻ വഫീഹി ജുബ്ബുൻ യുസ്തഖ മിൻഹുൽ മാ. ഇവിടെയാണ് ഇന്ന് ക്യാമ്പ് ചെയ്യാനുള്ളതായ കരാർ എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഞങ്ങൾ നടത്തിയിട്ടുള്ള കരാർ എങ്ങനെയാണ്? ഇവിടെ ക്യാമ്പ് ചെയ്യാമെന്നുള്ളതാണ്. ഇവിടെയാവട്ടെ ഒരു കിണറുണ്ട്, ആ കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കാൻ പറ്റും. അങ്ങനെ കൂട്ടത്തിൽപ്പെട്ട 2 ചെറുപ്പക്കാരെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരാൾക്ക് ബഷാർ എന്നും മറ്റാൾ ബുഷ്റ എന്നുമാണ് പേര്. 2 പേരോടും പറഞ്ഞു, ഇവിടെ അടുത്തൊരു കിണറുണ്ട്, ആ കിണറിലേക്ക് പോയിട്ട് അവിടെ വെള്ളമുണ്ടോ, നമുക്ക് വെള്ളം കുടിക്കാൻ വേണമല്ലോ, അതിൽ വെള്ളമുണ്ടോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ 2 പേരും പോയി. 2 പേരും പോയി അന്വേഷിക്കുക. എന്നാൽ ബുഷ്റ എന്ന് പറയപ്പെടുന്ന ആള് തൻ്റെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി തൽക്കാലം ഒന്ന് ബേക്കോട്ടടിച്ചു. ബഷാർ ആ കിണറിൻ്റെ വക്കത്ത് ചെന്നു. അവിടെ എത്തിയപ്പോൾ ഒരു പ്രത്യേകമായ അടിച്ചു വീശുന്ന ഒരു പ്രകാശം അദ്ദേഹത്തിന് കാണാൻ കഴിയും. എന്താണ് ആ പ്രകാശം? എന്തായാലും തൻ്റെ ബക്കറ്റ് ആ വെള്ളത്തിലേക്ക്, ആ കിണറ്റിലേക്ക് അങ്ങോട്ട് ഇറക്കി. വെള്ളത്തിന് വേണ്ടി ഇറക്കിയപ്പോൾ ആ ബക്കറ്റുമായിട്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തൂങ്ങിപ്പിടിച്ചു എന്നൊക്കെയാണ് ഒരു റിപ്പോർട്ടിൽ കാണാം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം യൂസുഫ് നബിയോട് പറഞ്ഞു, ഖും ഫഖദ് ആന വഖ്തു ഖുറൂജിക മിനൽ ജുബ്. ഈ കിണറ്റിൽ നിന്ന് പുറത്തു വരാനുള്ള ആ ടൈം അങ്ങേക്കായിട്ടുണ്ട്, അതുകൊണ്ട് എഴുന്നേൽക്കുക. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ബക്കറ്റുമായി ബന്ധിച്ചപ്പോൾ, ബക്കറ്റിനെ കൂട്ടി മുറുക്കി പിടിച്ചപ്പോൾ വെള്ളം കോരുന്ന ആള് ആ ബക്കറ്റിലേക്ക് അഭിമുഖമായി നിന്ന് അങ്ങനെ ആ കിണറ്റിലേക്കാണ് നോക്കി. നോക്കുമ്പോൾ ഫൈദാഹുവ ഗുലാമുൻ, നോക്കുമ്പോൾ അതൊരു ചെറുപ്പക്കാരൻ, ഒരു കുട്ടി ആ ബക്കറ്റുള്ളത് തൂങ്ങിപ്പിടിച്ച് നിൽക്കുന്നു. ഉടൻ തന്നെ ആ ആള് വിവരം മാലിക് ബിൻ ദൗർ എന്ന ആളെ അറിയിക്കുക. ആ ബക്കറ്റ് വലിച്ചു മുകളിലേക്ക് എത്തിച്ച് മാലിക് ബിൻ ദൗറിനെ വിവരം അറിയിച്ചു. മാലിക് ബിൻ ദൗർ ആ കുട്ടിയുടെ കാര്യത്തിൽ അന്വേഷണം നടത്തി. ഇവരോടാണ്, ഈ ബഷാർ ബുഷ്റ എന്ന് പറയപ്പെടുന്ന ആളുകളോടാണ് അന്വേഷണം നടത്തുന്നത്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹോദരങ്ങളാവട്ടെ, അവർ അടുത്ത പ്രദേശത്ത് തന്നെ
ആടുകളെ മേച്ചുകൊണ്ട് ആടുകളുടെ കൂട്ടത്തിലായിക്കൊണ്ട് സമീപത്ത് തന്നെ ഉണ്ട്. ഇങ്ങനെ ഒരു കച്ചവട സംഘം അതിലൂടെ കടന്നു പോകുന്നു. അവർ അടുത്ത് ക്യാമ്പ് ചെയ്തിട്ടുണ്ട് എന്ന വിവരവും അവർക്കറിയാം. അവർ യൂസുഫിനെ കിണറ്റിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് എന്ന വിവരവും അവർക്കറിയാം. അതറിഞ്ഞപ്പോ ഉടൻ തന്നെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹോദരങ്ങൾ ഈ സംഘത്തിലേക്ക് ഓടി വരിക. എന്നിട്ട് വന്ന് പറഞ്ഞു, മിൻ ഐന വജത്തും ഹാദൽ ഗുലാം, എവിടുന്നാണ് നിങ്ങൾക്ക് ഈ കുട്ടിനെ കിട്ടിയത്? അപ്പൊ അവർ പറഞ്ഞു, ഈ കിണറ്റിൽ നിന്ന് കിട്ടിയതാണ്. അപ്പൊ സഹോദരന്മാർ പറഞ്ഞു, ഇന്നഹു അബ്ദുല്ലന ഖദ് അബഖ മിന്ന വനഹനു ഫി തലബി, ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങൾ അടിമേണത്, ഞങ്ങൾ ഓടിപ്പോയി രക്ഷപ്പെട്ടതായ ഒരടിമയാണ്, ഞങ്ങൾ അവൻ അന്വേഷിച്ചടക്കുകയാണ്. എന്നിട്ട് അവര് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അറബി ഭാഷയിൽ പറഞ്ഞു, യൂസുഫേ, നീ അടിമയാണ് എന്നുള്ള കാര്യം നീ സമ്മതിക്കണം. നീ ഞങ്ങളുടെ അടിമയാണ് എന്ന് ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട്, അത് നീ സമ്മതിക്കാം. ഇനി അവർ എന്നോട് ചോദിക്കുമ്പോൾ പറയണം, അങ്ങനെ തന്നെ പറയേണ്ടത്, സഹോദരനാണെന്നും പറയാൻ പാടില്ല. അടിമയാണെന്ന് സമ്മതിച്ചാൽ ഞങ്ങൾ നിന്നെ അവർക്ക് വിൽക്കും. അപ്പൊ എനിക്ക് ജീവനോട് അവരൊപ്പം തന്നെ കഴിയാം. ഇനി അവർ കൊണ്ടുപോയാലും വേറെ ആൾക്ക് വിറ്റാലും നിനക്ക് ജീവൻ ഉണ്ടാവുമല്ലോ, അടിമ എന്നുള്ള പേരുണ്ടാവുന്നല്ലേ ഉള്ളൂ. അതല്ല എങ്കിൽ അവരിൽ നിന്ന് നിന്നെ ഞങ്ങൾ തിരിച്ചു വാങ്ങും, എന്നിട്ട് നിന്നെ ഞങ്ങൾ കൊല്ലും. ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അല്ലാത്ത പക്ഷം നിങ്ങൾ നിന്റെ പിതാവിലേക്ക് നിന്നെ മടക്കി കൊടുക്കുക എന്നുള്ളതായിരിക്കും അടുത്തൊരു ഓപ്ഷൻ. പക്ഷേ ഫല നെത്തുബാഫി, അത് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ല. കാരണം ചെന്നായ നിന്നെ തിന്നിട്ടുണ്ട് എന്നാണ് ബാപ്പാനോട് ചെന്നിട്ട് വിവരം പറഞ്ഞിട്ടുള്ളത്. ഫൈനഹു ഖദ് സ്വദ്ദഖന ഫലാ വജ്ഹ ലിറദ്ദിക ഇലൈഹി, പിതാവ് ഞങ്ങൾ ആ വിഷയത്തിൽ വാസ്തവമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി പിതാവിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ ഒരു മാർഗമില്ല. ആയതുകൊണ്ട് ആ ഓപ്ഷൻ ഇവിടെ ഇല്ല. നീ അടിമയാണെന്ന് സമ്മതിക്കുക, നിന്നെ അവർക്ക് വിൽക്കുക. അതല്ല എങ്കിൽ നിന്നെ അവരിൽ നിന്ന് വാങ്ങുക, ഞങ്ങൾ നിന്നെ കൊല്ലുക. എന്താ വേണ്ട ചിത്രം. ആ സമയത്ത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, യാ ഇഖ്വതി ഇത്തഖുല്ലാഹ്, ഓ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. എൻ്റെയും എൻ്റെ പിതാവിൻ്റെയും എൻ്റെ സഹോദരങ്ങളുടെയും ഇടയിൽ നിങ്ങൾ വിട്ടുപിരിക്കരുത്. വദ്കുറു വസിയ്യത അബീ വഅഹദ, എൻ്റെ പിതാവ് നിങ്ങളോട് ചെയ്തതായ വസിയ്യത്തിനെ നിങ്ങൾ ഓർക്കുക. എൻ്റെ പിതാവ് നിങ്ങളോട് കരാർ നടത്തിയിട്ടുണ്ടല്ലോ, അത് ഓർക്കുക എന്ന് പറഞ്ഞപ്പോ മൂത്ത സഹോദരൻ യഹൂദ വന്നിട്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, യാ അഖി ഇന്ന ഹഉലാഇ ലാ യസ്തറുദ്ദൂനക ലിർജൂഇ ഇലാ അബീഹിം, ബാപ്പയിലേക്ക് പോകാൻ വേണ്ടി നിന്നെ അവർ മടക്കി കൊണ്ടുപോകുന്നില്ല മോനെ. അതാണ് ഇവരുടെ നിലപാട്. വലാ യുകദ്ദിബൂന അൻഫുസഹും, അവർ ചെയ്തതായ കളവ് അവർ അവരുടെ നഫ്സുകളെ കളവാക്കുകയുമില്ല. കാരണം ബാപ്പാനോട് നേരത്തെ ഇങ്ങനെ പറഞ്ഞു പോയല്ലോ, ഇനി അത് ഞങ്ങൾ പറഞ്ഞത് കളവായിരുന്നു എന്നുള്ള തിരിച്ചു പറയുന്നൊരവസ്ഥയും ഉണ്ടാകൂല. അതുകൊണ്ട് ഈ ജനങ്ങളുടെ ഈ കച്ചവട സംഘത്തിന്റെ കയ്യിൽ നിന്ന് നിന്നെ അവർ തിരിച്ചു വാങ്ങിയാൽ അവരെന്നെ കൊല്ലും മോനെ. ആയതുകൊണ്ട് അതുകൊണ്ട് ഇപ്പൊ എൻ്റെ ഒരു അഭിപ്രായം, അടിമയാണെന്ന് സംഭവിച്ചാലേ അള്ളാഹു തആലക്ക് അള്ളാഹു അവന്റെ ഭാഗത്ത് നിന്ന് നിനക്ക് രക്ഷാമാർഗം കണ്ടെത്തി തന്നേക്കും. അപ്പൊ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, പൊന്നാരക്കാക്ക, നിങ്ങൾ പറഞ്ഞ നടപ്പ് ശരിയായിക്കോട്ടെ, ആ അഭിപ്രായം ഞാൻ സ്വീകരിച്ചു. അങ്ങനെ അടിമയാണ് എന്ന് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. അടിമയാണെന്ന് സമ്മതിക്കുകയും ശേഷം സഹോദരങ്ങൾ ഈ കച്ചവട സംഘത്തിന്റെ നേതാവായ മാലിക് ഇബ്നു ദുറസം കണ്ടുകൊണ്ട് പറയുന്നു, യാ ബാദൽ ഉമ്മ, ഈ സംഘത്തിന്റെ നേതാവായവരെ, ഹാദാ മംലൂകുൻ ഖദ് അബഖ മിന്ന,
ഞങ്ങളിൽ നിന്നും ഓടി രക്ഷപ്പെട്ടതായ അടിമയാണ്. ഈ കിണറ്റിലിറങ്ങി ഞങ്ങളെ തൊട്ട് ഒളിഞ്ഞിരിക്കുന്നു. ഫനഹന നബിയഹു മിങ്ക, താങ്കൾക്ക് ഞങ്ങൾ ഈ അടിമനെ വിൽക്കണമാണെങ്കിൽ വാങ്ങിച്ചോളി. ഫഖാല മാലിക്, അപ്പോൾ മാലിക് പറഞ്ഞു, മാലിക്, നിങ്ങൾ എന്താ ഈ പറഞ്ഞത്? ഒരടിമയുടെ ലക്ഷണമൊന്നും ആ കുട്ടിയിൽ കാണാനില്ലല്ലോ. വലാ ഉറാഹു ഇല്ലാ ശബീഹക്കും, നിങ്ങളോട് നല്ല സാദൃശ്യമുണ്ടല്ലോ. നിങ്ങളോട് നല്ല സാദൃശ്യമുള്ളതായിട്ടല്ലാതെ എനിക്ക് ആ കുട്ടം കാണാൻ പറ്റില്ല. അപ്പൊ അവര് പറഞ്ഞു, മാലിക്, സംഗതി ആയിക്കോട്ടെ, കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങളോട് പറയാലോ. ഏതായാലും സംഗതി ഇങ്ങനെ കാര്യം നിങ്ങളോട് കാര്യം വ്യക്തമായിട്ട് പറയാം. ഞങ്ങളുടെ പിതാവ് ഒരു അടിമപ്പെണ്ണിനെ വാങ്ങിയിരുന്നു. ആ അടിമപ്പെണ്ണിന്റെ ഒപ്പം ഒരു ചെറിയൊരു കുട്ടിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഇടയിലൊക്കെ അങ്ങനെ ജീവിച്ചു വന്നു. ഞങ്ങളെ മടിത്തട്ടിലായിട്ട് ഞങ്ങളുടെ സംരക്ഷണത്തിലായിട്ട് വളർന്നു. ഞങ്ങളുടെ വേഷമം ധരിക്കും, ഞങ്ങളുടെ ഭക്ഷണം കഴിക്കും, ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ വളർന്നു. അതുകൊണ്ടാണ് അവനൊക്കെ ഞങ്ങളോട് ഈ ഒരു ചെറിയൊരു സാദൃശ്യത കാണുന്നത് എന്ന് പറഞ്ഞപ്പോ മാലിക് ബിൻ ദൗർ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, യാ ഗുലാം ഫമാ തഖൂലു ഫീമാ യഖൂലു ഹഉലാഇൽ ഖൗം, ഈ കുട്ടിനൊക്കെ പറയുന്നത് എന്താ മോനെ, ശരിയാണോ? എന്താ എൻ്റെ അഭിപ്രായം? അതൊക്കെ എന്താ ഇവർ പറയുന്നതിനെ പറ്റി പറയാനുള്ളത്? അപ്പോ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞത്, അദ്ദേഹത്തോട് പറഞ്ഞത്, സ്വദഖൂകും അഹ്ലി റുബ്ബീതു ഫീ ഹുജൂരിഹിം, അതെ, അവർ പറഞ്ഞൊക്കെ സത്യമാണ്. അവരാണ് എൻ്റെ വേണ്ടപ്പെട്ട ആളുകൾ. അവരെ സംരക്ഷണത്തിലാണ് ഞാൻ ഇത്രയും കാലം വളർന്നത് എന്ന് പറഞ്ഞപ്പോ മാലിക് ഇബ്നു ദൗർ പറഞ്ഞത്, ആയിക്കോട്ടെ, അത് അഖറലക്കും ഫമാദാ തുരീദൂൻ, അത് ഉഖറുലക്കും, ആയിക്കോട്ടെ, അത് അഖറലക്കും, നിങ്ങൾക്ക് അനുകൂലമായിട്ട് അവൻ ഇഖ്റാറും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ അടിമയാണ് നിങ്ങൾ സമ്മതിക്കുന്നു. അത് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുക, എന്താ വേണ്ടത്, എന്താ ലക്ഷ്യം? കാതു, അപ്പൊ സഹോദരങ്ങൾ പറഞ്ഞു, ഇസ്തർബ് മിന്ന, ഞങ്ങൾ ഇന്ന് നീ അത് വാങ്ങിക്കോ. വല്ലാഹി മാ ബഖിയ മാനാ ശൈഉൻ മിനൽ ഐനി വൽ ബരിഖി ഇല്ലാ 20 ദിർഹം അദദൻ, ഞങ്ങളുടെ കൈവശം ഈ അടിമനെ വാങ്ങാൻ മാത്രമുള്ളതായ കാര്യമൊന്നുമില്ല. ആകെ 20 ദിർഹമായിട്ടുള്ളത്, വേറെ ഒന്നുമില്ല. അതല്ല, ഊക്കിയാന്ന് 40 ദിർഹമെടുക്കാണ് ഒരു ഊക്കിയ എന്ന് പറയാം. അങ്ങനെ ചില കുറച്ച് ഊക്കിയകളാണ് ഉള്ളത്. അപ്പോ അങ്ങനെ അഭിപ്രായമാണ് ഊക്കിയാണ് എന്ന്. ഊക്കിയാന്ന് 40 ദിർഹം അടങ്ങുന്നതായ ഒരു 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 കൂട്ടത്തിലേക്കാണ് ഒരു ഊക്കിയ എന്നുള്ളത്. എന്നാൽ അങ്ങനെയുള്ളതായ ഊക്കിയാണുള്ളത്, അതല്ല 20 ദിർഹമാണുള്ളത്. രണ്ട് അഭിപ്രായമാണ്. അപ്പോൾ അവർ പറഞ്ഞു, സഹോദരന്മാർ പറഞ്ഞു, ബൈനാഹും ഇങ്ക ബിഹ, ആയിക്കോട്ടെ, അതാണെങ്കിൽ അത് എനിക്ക് വിറ്റുവാണ്. മറ്റു ചില റിപ്പോർട്ടുകളിൽ 18 ദിർഹമാണ് എന്നും അങ്ങനെ പല അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. നിസ്സാര വിലക്ക് യൂസുഫിനെ അവർ വിറ്റു, എണ്ണപ്പെട്ട ദീർഘമുഖങ്ങൾക്ക് പകരമായിട്ട് വിറ്റു. വക്കാനു ഫീഹി മിന സാഹിദീൻ, യൂസുഫിന്റെ കാര്യത്തിൽ അവർ സാഹിദീങ്ങളായിരുന്നു. കാരണം യൂസുഫ് സ്വതന്ത്രനായ ഒരു മനുഷ്യനാണല്ലോ. ഒരു സ്വതന്ത്ര മനുഷ്യനെ വിറ്റിട്ട് കിട്ടുന്ന കാശ്, ആ കാശ് എങ്ങനെ പ്രവാചക പരമ്പരയിലുള്ളവർക്ക് തിന്നാൻ പറ്റും? അത് ഹറാമല്ലേ? അത് പാടില്ലല്ലോ. ഒരു സ്വതന്ത്രനായ മനുഷ്യനെ വിറ്റിട്ട് കിട്ടുന്ന വില നമുക്ക് തിന്നാൻ പറ്റൂല, ഉപയോഗിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് വക്കാനു ഫീഹി മിന സാഹിദീൻ, അവരാ പൈസ ഉപയോഗിച്ചില്ല. ഇവിടെ പണ്ഡിതന്മാരെപ്പെട്ട വലിയൊരു സംഘം ആളുകളും പറഞ്ഞിട്ടുള്ളത്, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹോദരങ്ങൾ മാലിക് ബിൻ ദൗർക്ക് യൂസുഫിനെ വിറ്റിട്ടില്ല. കാരണം അടിമയെ, സ്വതന്ത്ര മനുഷ്യനെ വിൽക്കുക എന്നത് ഹറാമാണല്ലോ. അതുപോലെ താഴ്ന്നതും മോശമായതും കുറ്റകരവുമായ കാര്യമാണ്. അത് അമ്പിയാക്കൾക്കോ അവരുടേതായ പരമ്പരയിൽപ്പെട്ട അവരോട് ബന്ധപ്പെട്ട ആളുകൾക്കും എന്തല്ല, അത് അനുവദനീയവുമല്ലല്ലോ. ആയതുകൊണ്ട് വിറ്റിട്ടൊന്നുമില്ല. പക്ഷെ അവർ മാലിക് ബിൻ ദൗറിനോട് പറഞ്ഞത്, ഇത് എടുത്തോ, ഇവനെ നീ കൊണ്ടുപോയിക്കോ,
അങ്ങനെ ഈ മിസ്രിലേക്ക് കൊണ്ടുപോയിട്ട് അവനൊക്കെ എന്താവാം, അനക്ക് സാധിക്കുന്ന വിലക്ക് അനക്ക് വേണമെങ്കിൽ വിൽക്കുക, എന്താ ചെയ്യാം, ഞങ്ങളത് വിൽക്കണമെന്നില്ല, ഇത് കൊണ്ടുപോയിക്കൊന്നാണ്ട് കൊടുത്തിട്ടാണ് എന്നാണ് ഒരഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അപ്പോഴാണ് മാലിക് ബ്രദർ ആയിക്കോട്ടെ ഞാൻ കൊണ്ടുപോയിക്കൊണ്ടാണ്. അങ്ങനെ അവര് അഥവാ യൂസുഫിന്റെ സഹോദരങ്ങൾ പിതാവിൽ നിന്ന് എങ്ങനെയെങ്കിലും യൂസുഫിനെ അകറ്റുക എന്ന ലക്ഷ്യം മാത്രമാണ് അവർക്കുള്ളത്. അവർക്ക് യൂസുഫിനെ വിറ്റിട്ട് പൈസ കിട്ടാൻ വേണ്ടി ഒന്നല്ല, യൂസുഫ് ഒന്ന് മാറിക്കിട്ടണം എന്നാണ് പണ്ഡിതന്മാരിൽപ്പെട്ട ഒരു വിഭാഗം പറഞ്ഞിട്ടുള്ള അഭിപ്രായം. ഏതായാലും ഈ സംഘം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും കൊണ്ട് അവർ മിസ്റിലേക്ക് എത്തി. ഈജിപ്തിലേക്ക് ലക്ഷ്യമാക്കി പോകുന്ന വിഭാഗമായിരുന്നു അവര്. ഇനി ഈജിപ്തിലേക്ക് കൊണ്ടുപോകുന്നു. ഈജിപ്തിൽ കൊണ്ടുപോയി കച്ചവടത്തിന് വേണ്ടി യൂസുഫിനെ വെക്കുന്നു. അങ്ങനെ അസീസ് രാജാവ് വാങ്ങുന്നു. ആ ചരിത്രമൊക്കെയാണ് ബാക്കി നമുക്ക് തുടരാനുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ബാക്കി നമുക്ക് തുടർന്ന് പറയാം. അള്ളാഹു തആല പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.